Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 2024 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ആണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ 100 ഡേ സ്റ്റഡി പ്ലാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിനുശേഷം മൊഡ്യൂൾ വൈസ് അനാലിസിസ്, നമ്മുടെ 10 മൊഡ്യൂൾ ഡീറ്റെയിൽ സിലബസ് അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 25 ചോദ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ. അപ്പോൾ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനും സാധിക്കും. സോ ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ സിലബസ് പ്രകാരം ഉള്ള സെയിം ചോദ്യങ്ങൾ തന്നെയാണ് ഇതിൽ മൊത്തത്തിൽ കാണാൻ സാധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 26, പ്രോഫിറ്റ് വോളിയം റേഷ്യോ എസ്റ്റാബ്ലിഷസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. വളരെ ഈസി ആയിട്ടുള്ള കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ PV റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? ഈസി ആയിട്ട് നമുക്ക് പറയാം, പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഈക്വൽ ടു എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ്. അപ്പോൾ കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് PV റേഷ്യോ. ഇപ്പം 4 ഓപ്ഷൻസിലോട്ട് പോവുകയാണെങ്കിൽ നമ്പർ 1 ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ്, കോൺട്രിബ്യൂഷൻ ആൻഡ് ഫിക്സഡ് കോസ്റ്റ്, സെയിൽസ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ്, സെയിൽസ് ആൻഡ് വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ നമ്പർ A ആണ് വരിക, കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ്. ഓക്കെ, അതാണ് PV റേഷ്യോ, എല്ലാവർക്കും അറിയുന്നതാണ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 27, dash is the aggregate amount of revenue available after variable cost to cover fixed expenses and provide profit to the company. താഴെ പറയുന്നതിൽ എന്താണ് അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് റവന്യൂ, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആകുന്ന റവന്യൂ ആഫ്റ്റർ വാരിയബിൾ കോസ്റ്റ്? വാരിയബിൾ കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ കിട്ടുന്ന റവന്യൂവിനെ പറയുന്ന പേരെന്താണ്? ആ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഫിക്സഡ് കോസ്റ്റും അതിനുശേഷം പ്രോഫിറ്റും കൊടുക്കാൻ കയ്യിൽ പൈസ ഉണ്ടാകണം. അതിനെ പറയുന്ന പേരെന്താണ്? നമ്പർ 1, ഗ്രോസ് ഇൻകം. ഗ്രോസ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് ഇൻകം. അപ്പോൾ അതല്ല ആൻസർ വരാം. ഓക്കെ, രണ്ടാമത് കോൺട്രിബ്യൂഷൻ മാർജിൻ. എന്താ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറഞ്ഞാൽ? സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കയ്യിൽ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. ആ കോൺട്രിബ്യൂഷനിൽ നിന്നാണ് നമ്മൾ പിന്നെന്താ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുക, ബാലൻസ് ഉള്ളതാണ് പ്രോഫിറ്റ് ആയിട്ട് വരാം. സോ ഇതല്ല ആൻസർ അല്ലേ? സെയിൽസിൽ നിന്ന് അതിൽ നിന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? വാരിയബിൾ കോസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുന്നു, അപ്പോൾ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കും, ബാലൻസ് കിട്ടുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതല്ല സംഭവം. അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് റവന്യൂ അവൈലബിൾ ആഫ്റ്റർ വാരിയബിൾ കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്നത് കോൺട്രിബ്യൂഷൻ ആണ്. അതാണ് ആൻസർ. പിന്നെ നെറ്റ് ഇൻകം എന്ന് പറയുകയാണെങ്കിൽ ടോട്ടൽ എക്സ്പെൻസസ് ടോട്ടൽ റവന്യൂവിൽ നിന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്. കമ്മിറ്റഡ് ഫിക്സഡ് ഇൻകം എന്ന് പറഞ്ഞൊരു ടേം ആക്ച്വലി അക്കൗണ്ടിങ് ടേമിൽ നമ്മൾ യൂസ് ചെയ്യാത്തതാണ്. കമ്മിറ്റഡ് ഫിക്സഡ് ഇൻകം എന്ന് പറയുന്നത് ഫിക്സഡ് ഒബ്ലിഗേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയും, നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യാത്തൊരു ടേമാണ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ് കേട്ടോ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 28, time lost in the normal course of activity is known as. നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റിയിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്തെ പറയുന്ന പേരെന്താണ്? ടൈം ലോസ്റ്റ് ഇൻ ദി നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി. നമ്പർ 1, നോർമൽ ഐഡിൽ ടൈം. നമ്പർ 2, അബ്നോർമൽ ഐഡിൽ ടൈം. ദെൻ അബ്നോർമൽ ലോസ്. എന്താണ്? നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന സമയം, അത് നമുക്ക് ഇന്നവിറ്റബിൾ ആയിട്ട് നഷ്ടപ്പെടുന്ന സമയമാണ്. ഇപ്പോൾ ടീ ബ്രേക്ക് ജോലിയുടെ ഇടയിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മെഷീൻ സെറ്റപ്പിന് വേണ്ടിയിട്ട്
നമുക്ക് സമയം വേണ്ടതായിട്ട് വരും ജോലിയുടെ ഇടയിൽ. ഇതൊക്കെ നോർമലായിട്ട് ഇന്നവിറ്റബിളാണ്, എന്തായാലും ജോലിയുടെ പാർട്ടായിട്ട് വരുന്നതാണ്. അതിനെയാണ് നമ്മൾ പറയാൻ നോർമൽ ഐഡിൽ ടൈം. അതാണ് നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റിക്ക് വേണ്ടി വരുന്ന ടൈം നഷ്ടപ്പെടുമ്പോൾ അതിനെയാണ് നോർമൽ ഐഡിൽ ടൈം എന്ന് പറയാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പോഴാണ് അബ്നോർമൽ എന്ന് പറയുക. അബ്നോർമൽ ലോസും നോർമൽ ലോസും മെറ്റീരിയലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, നോട്ട് റിലേറ്റഡ് വിത്ത് ടൈം. മെറ്റീരിയൽ ലോസ് ആണ് ഈ നോർമൽ ലോസ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്, ടൈമിനെ റിലേറ്റ് ചെയ്ത് വരുന്നതല്ല. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 29. ദി മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ഈസിയാണ്, അതിൻ്റെ ഇക്വേഷൻ അറിയുന്ന എല്ലാവർക്കും ഈസി ആയിട്ട് പറയാൻ പറ്റും. മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ സെയിൽസ് മൈനസ് BP സെയിൽസ് ആണ് അല്ലേ. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്: പ്രോഫിറ്റ്, പ്രൈസ്, കോസ്റ്റ് മാർജിൻ, കോൺട്രിബ്യൂഷൻ, ആക്ച്വൽ സെയിൽസ്. അപ്പോൾ ആക്ച്വൽ സെയിൽസ് മൈനസ് BP സെയിൽസ് ആണ് എന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി. ആക്ച്വൽ സെയിൽസിന് BP കുറയ്ക്കുമ്പോൾ കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഈസി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളത്. Question number 30. The combination of indirect material, indirect labor and indirect expenses are. Easy ചോദ്യം. Number 1 overhead cost, then marginal cost, economic cost, accounting cost. എന്താണ്? ഓവർഹെഡ് ആണ് അല്ലേ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതിൻ്റെ സമ്മേഷനെ പറയുന്ന പേരാണ് ഓവർഹെഡ് കോസ്റ്റ്. അതിനല്ലേ പറയാം നമ്മൾ ഓവർഹെഡ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. സോ ഇതാണ് 5 ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 10 ചോദ്യങ്ങളും കഴിഞ്ഞു. ഇപ്പോൾ ടോട്ടൽ 30 ചോദ്യങ്ങൾ നമ്മൾ 3 മൊഡ്യൂൾസ് കവർ ചെയ്തു: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ 31 മുതലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.